ഹാരാർപ്പണവും നിവേദനമൊക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിന് ശേഷമാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പ്രിയങ്കരനായ പ്രിയങ്കരനായ വേദിയിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ മുൻ KPCC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ അവർകൾ ഉൾപ്പെടെ നമ്മുടെ പ്രിയങ്കരനായ നവയുഗ യാത്രയുടെ നായകൻ ശ്രീ VD സതീശൻ അവർകൾ ഉൾപ്പെടെയുള്ള പ്രിയങ്കരനായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പാലക്കാട് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു മഹാസഞ്ചയമാണ് ഈ സമ്മേളനത്തിൽ കാണുന്നത്. വലിയ പ്രതീക്ഷയാണ് പാലക്കാടിനെ കുറിച്ച് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളത്. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഈ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചപ്പോ കേവലം ഒരു രാഷ്ട്രീയ ജാഥയാണ് എന്ന് കണക്കാക്കിയ ആളുകളുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ആബാലവൃദ്ധം ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി സംഗമിക്കുന്ന വേദികളായി പുതുയുഗ യാത്രയുടെ ഓരോ സ്വീകരണ സമ്മേളനങ്ങളും മാറിയിരിക്കുകയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധ നയങ്ങളെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് അടുത്ത യുഗം കേരളത്തിന്, നവീന യുഗം എങ്ങനെയായിരിക്കണമെന്ന് വലിയ ദീർഘവീക്ഷണത്തോടുകൂടി ജനങ്ങളുമായി സംവദിച്ച് പാലക്കാട്ടെത്തിയ നമ്മുടെ പ്രിയങ്കരനായ ഈ നായകനെ ഈ നാട് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. പാലക്കാട് ഇവിടെ വെച്ച് ഒരു ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമീപകാല ചരിത്രങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ വലിയൊരു മുന്നേറ്റമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. ഒട്ടും സംശയിക്കേണ്ട. പാലക്കാട് മതേതര മണ്ണ്, ഈ പാലക്കാട് അസംബ്ലി മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയുടെ പൊന്നാപുരം കോട്ടയാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തെളിയിക്കും. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, മലമ്പുഴയിൽ വിസ്മയം തീർത്തുകൊണ്ട്, നമ്മുടെ സുരേഷിന്റെയും സഹപ്രവർത്തകരുടെയും ഈ പ്രവേശത്തോടുകൂടി മുന്നേറ്റം 10 മടങ്ങ് ആവേശജലമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും. VD സതീശൻ കേരളത്തിൽ 100 MLA-മാരിലധികമായി പാലക്കാട് നിന്നും ഈ ജില്ലയിൽ നിന്നും അതില് മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ കഴിഞ്ഞ തവണത്തെക്കാളും 3 ഇരട്ടി MLA-മാരുമായിട്ടായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുക. പാലക്കാട് ചരിത്ര വിജയം നേടും. മലമ്പുഴ വിസ്മയം തീർത്തുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റമുണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ, കഴിഞ്ഞ തവണ 2 സീറ്റ് എന്നുള്ളത് 6-ലധികം സീറ്റാണ്. നമുക്ക് ഭൂരിപക്ഷം സീറ്റുകളും ഐക്യജനാധിപത്യ മുന്നണി മുന്നേറും. ഞങ്ങളുടെ പ്രതിനിധികൾ ഉണ്ടാകും. പാലക്കാടിനെ വേണ്ട പോലെ പരിഗണിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജാഥ നായകൻ നവയുഗ യാത്രയുടെ ഏറ്റവും വലിയ ജനമുന്നേറ്റം നടത്തിയ സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് പുതിയ മുന്നേറ്റം നടത്തുന്ന പ്രിയപ്പെട്ട VD സതീശന് നവയുഗ യാത്രയ്ക്ക് എല്ലാ ആശംസകളും പാലക്കാടിലെ നേർന്നുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.